ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് ഒന്ന് തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പം ഒരുപാട് മധുരം ഉണ്ടാകത്തില്ല, ഒരു മീഡിയം പരുവത്തിലുള്ള മധുരമേ ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് ഈ പാലൊന്നും കൂടെ ഒന്ന് തിളച്ച് വരേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റർഡാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഞാനിവിടെ വാനിലയുടെ കസ്റ്റർഡ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാനിലയുടേത് തന്നെ വേണമെന്നില്ല, ഏത് ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വാനിലയുടെയാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ ഡയറക്റ്റ് പാലിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുക്കുകയെങ്കിൽ ഇത് കട്ട പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ കസ്റ്റർഡ് പൗഡർ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചൂട് പാല് വേണമെന്നൊന്നും നിർബന്ധമില്ല. അതുപോലെ ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് റെഡി ആവുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ തീ കുറവായിരിക്കണം, ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് റെഡി ആവുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പാല് വേണ്ടത്. ഒരു 2 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പാല് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് തട്ടി ഇത് ഒന്നും കൂടെ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കസ്റ്റർഡ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാതള നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള്, പഴം, ഇവയെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ചേർത്ത പഴങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. എനിക്ക് കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാതള നാരങ്ങയും ചോപ്പ് ചെയ്ത പിസ്തായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.